Hello friends, Assalamu alaikum. Welcome back to Mashi's vlog. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അറബിക് റോയൽ കബ്സയാണ്. കബ്സ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ കരുതും അത് നമുക്ക് എളുപ്പത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഒരുപാട് ടൈം എടുക്കും, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാകും. പക്ഷേ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ചിക്കനും അരിയും വേവുന്ന ടൈം മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാൻ. കൂടാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതിന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. കബ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഞാൻ ഒരു ചിക്കൻ 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കിന്നോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. സ്കിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സ്കിന്നുള്ളതാണ് കബ്സയ്ക്കും മന്തിക്കുമൊക്കെ നല്ലത്. അറബിക് ഫുഡുകളിലെല്ലാം ചിക്കൻ സ്കിന്നോട് കൂടിയാണ് ഉപയോഗിക്കുന്നത്. 1 കിലോ അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ അരി കുതിർത്ത് വെച്ചതിന് ശേഷം വേണം ചോറുണ്ടാക്കാൻ. 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഡ്രൈ ലെമൺ ആണ്. ഇതൊരു വലിയ ലെമൺ ആയതുകൊണ്ട് ഞാൻ ഒന്നേ എടുക്കുന്നുള്ളൂ, ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുക്കണം. കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്. കുറച്ച് റൈസിൻസ്. ഇത് ബദാം ഒന്ന് ബോയിൽ ചെയ്തിട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി നീക്കം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓയിൽ ആവശ്യത്തിന്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് വേണം. ഉപ്പ്. ഇവയാണ് കബ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു ചിക്കൻ കറിക്ക് ചേർക്കുന്ന ഓയിലിൻ്റെ അളവ് മതിയാകും. എന്നിട്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇഞ്ചിയും സവാളയും നല്ലതുപോലെ വഴറ്റണം. ഇത് നല്ലതുപോലെ വാടി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വഴറ്റണം. ആ സമയത്ത് നമുക്ക് ടൊമാറ്റോ അരിഞ്ഞത് അരച്ചെടുക്കണം. ഇത് പേസ്റ്റ് പരുവത്തിൽ വേണം അരച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ സ്പൈസസ് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം പട്ട പൊടിച്ചെടുത്തിട്ടുണ്ട്, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, ഇവയെല്ലാം സെപ്പറേറ്റ് പൊടിച്ച് വെക്കണം. ഇനി നമ്മുടെ സവാള വാടിയിട്ടുണ്ടോ എന്ന് നോക്കാം. കുറച്ചുകൂടി ഫ്രൈ ആകാനുണ്ട്, നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും സവാളയും ഫ്രൈ ആകുന്നതിൻ്റെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് വഴറ്റണം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ
അരച്ചതും ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചതായിരിക്കണം. അത് നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സ്പൈസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതിട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളത്തിലാണ് നമുക്ക് അരി വേവിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് അരി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കാം. അത് വേവുമ്പോഴേക്കും നമുക്ക് ബദാമും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബദാം ഞാൻ വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം റോസ്റ്റായി വരുമ്പോൾ നല്ല മണമാണ്, നല്ല മണം വരുന്നുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇതിലേക്ക് റൈസിൻസും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കന് നമ്മൾ 20 മിനിറ്റ് വേവിക്കണം. ഈ വെള്ളത്തിൽ വെച്ച് 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്നുകൂടി ഇളക്കിയതിന് ശേഷം ചിക്കൻ എടുത്ത് മാറ്റാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ നമുക്കെടുത്ത് മാറ്റാവുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് അരിയിട്ട് വേവിച്ചെടുക്കാം. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ ചിക്കൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം. ചിക്കനിൽ ഉപ്പ് പിടിച്ച് വരുമ്പോഴേക്കും ഇത് നല്ല കട്ടിയുള്ള പീസല്ലേ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇനി ഈ അരി നമ്മൾ ബിരിയാണിക്കും ഗീ റൈസിനുമൊക്കെ വേവിക്കുന്നത് പോലെ വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് മീൻസ് ഡീപ് ഫ്രൈ വേണ്ട, ശകലം ബട്ടറോ ഓയിലോ ഒഴിച്ചതിന് ശേഷം ഒരു പാനിൽ വെച്ച് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് കുറച്ച് സ്പൈസി ടേസ്റ്റ് ആണല്ലോ ഇഷ്ടം. ചിലർക്കിങ്ങനെ വൈറ്റ് കളറിലിരിക്കുന്നത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവർ ഈ ചിക്കനിൽ അല്പം മുളക് പൊടിയും ഉപ്പും നാരങ്ങാ നീരും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർത്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും നാരങ്ങാ നീരും ഉപ്പും ചേർക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടി കളറും കാണും. നമ്മുടെ അരി വെന്തോന്ന് ഇടയ്ക്കൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റി വരേണ്ടതായിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം.
അതിനിടയ്ക്ക് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ആവശ്യത്തിനില്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഡ്രൈ ലെമണിൻ്റെ പുളിയും മണവും ഉണ്ടോയെന്നും ചെക്ക് ചെയ്ത് നോക്കണം. അതാണിതിന് ടേസ്റ്റ് നൽകുന്നത്. വളരെ ചെറിയ ലെമണാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുക്കണം. നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്, അത് മറിച്ചും ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് കോരി മാറ്റിയിട്ട് അടുത്ത 2 പീസ് വെച്ച് കൊടുക്കാം. വലിയ പാനാണെങ്കിൽ 4 പീസും ഒരുപോലെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ആ സ്കിന്നുള്ള ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റെഡ് കളറും എരിവും കിട്ടും. വേണ്ടോ, നമ്മുടെ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. നല്ല കബ്സയുടെ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും റൈസിൻസും വിതറിക്കൊടുക്കാം. അടിപൊളിയാണ് നമ്മുടെ കബ്സ. നിങ്ങൾ കഴിച്ചിട്ടുള്ള കബ്സയുടെ ടേസ്റ്റ് ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.